പാലക്കാട് വാണിയംകുളം പനയൂരിൽ ശക്തമായ മലവെള്ളപ്പാച്ചിൽ. ഉരുൾപൊട്ടിയോ എന്ന് സംശയമുണ്ട്. പനയൂർ ഇളംകുളം പ്രദേശവാസികൾ വലിയ മുഴക്കത്തോടെയുള്ള ശബ്ദം കേട്ടതായി പറയുന്നു. പ്രദേശത്ത് 3 വീടുകളുടെ മതിലിടിഞ്ഞ് താഴ്ന്നു. ഇന്ന് നമ്മുടെ ഇളംകുളം ഭാഗത്ത് ഇന്ന് ശക്തമായ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. 11 മണിക്ക് ഇവിടെ താമസക്കാർ വിളിച്ചപ്പോഴാണ് ഈ കാര്യങ്ങൾ അവർ പറയുന്നത്. വലിയ ശക്തമായ രീതിയിൽ മഴ പെയ്തതിൻ്റെ ഭാഗമായിട്ട് മഴവെള്ള പാച്ചിലുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനം ശബ്ദം നാട്ടുകാർ കേട്ട് വീട്ടിൽ നിന്നും ഓടിയിറങ്ങിയ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നോക്കുമ്പോൾ ഇവിടെ നിന്ന് പരിശോധിച്ചപ്പോൾ വലിയ രീതിയിലുള്ള മഴവെള്ള പാച്ചിലുണ്ടായിട്ടുണ്ട്. നമ്മളത് നിലവിൽ നമ്മുടെ റവന്യൂ അധികാരികളെ അറിയിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വന്ന് അത് ഒരു വലിയ സ്ഫോടന ശബ്ദം കേട്ടിട്ടുണ്ട്. അതെന്താ പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടെയുള്ള 7 കുടുംബങ്ങളാണ് നിലവിലുള്ളത്. അപ്പോൾ അവരെ ഒന്ന് പരിശോധിച്ചപ്പോൾ അവരുടെ വീടിൻ്റെ 4 സൈഡിലുള്ള മതിലുകളൊക്കെ ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട്. വലിയ രീതിയിലുള്ള വെള്ളം വന്ന് കയറിയിട്ടുണ്ട്. അവർ പറയുന്നത് എന്താ വെച്ചാൽ ഇത്ര രീതിയിലൊരു വെള്ളം ഇതുവരെയും ഇത്ര കുറേ കാലം ഇവിടെ താമസിക്കുന്ന ഇതുവരെയും അത്തരത്തിലുള്ളൊരു വെള്ളം വന്നിട്ടില്ല, മഴവെള്ളം വന്നിട്ടില്ല. പക്ഷേ ആദ്യമായിട്ടാണ് ഇത്രയും വെള്ളം വന്നത് കണ്ടിരിക്കുന്നത്. അപ്പോൾ ജനങ്ങളൊക്കെ പരിഭ്രാന്തിയിലാണ്. എന്തായാലും നമ്മൾ അവരെ കണ്ട് സംസാരിച്ചിട്ട് അവരെ റവന്യൂ അധികാരികൾ എത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. അരുൺ ആലത്തൂർ ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, ഈ പാലക്കാട് വാണിയംകുളം പനയൂരിലാണല്ലോ ശക്തമായ മലവെള്ളപ്പാച്ചിലുണ്ടായിരിക്കുന്നത്. ഉരുൾപൊട്ടി എന്നുള്ളൊരു ചില സംശയങ്ങൾ പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും അധികൃതർ നൽകുന്ന ഒരു സൂചന എങ്ങനെയാണ്? നിലവിൽ റവന്യൂ അധികൃതർ പറയുന്നത് ഇതൊരു മലവെള്ളപ്പാച്ചിൽ മാത്രമാണ് എന്നുള്ളതാണ്. രാവിലെ ഒരു 11 മണിയോടുകൂടെയാണ് ഇത്തരത്തിൽ മലവെള്ളപ്പാച്ചിൽ ഈ വാണിയംകുളം പനയൂർ ഭാഗത്ത് ഉണ്ടായത്. ശക്തമായ മഴയിൽ ഈ വീടുകൾക്ക്, അവിടുത്തെ ഒരു 7ഓളം വീടുകളാണ് ഈ പനയൂർ ഭാഗത്ത് ഉള്ളത്. അവിടുത്തെ ഈ എസ്റ്റേറ്റിന് പുറകിൽ നിന്നും പെട്ടെന്ന് വെള്ളം കുത്തിയൊലിച്ച് വീടുകൾക്ക് ഉള്ളിലേക്കും മറ്റും വരികയായിരുന്നു. 7 വീടുകളിൽ 3 വീടുകളുടെ ചുറ്റുമതിലും മറ്റും തകരുകയുണ്ടായി. മാത്രമല്ല ഈ കല്ലും മണ്ണും ചളിയും ഒക്കെ ഇങ്ങനെ കുത്തിയൊലിച്ച് വീടുകളുടെ മുറ്റത്തും വീടുകൾക്ക് അരികിലൂടെയൊക്കെ കടന്നു പോവുകയായിരുന്നു എന്നുള്ളതാണ്. ഈ പെട്ടെന്നൊരു ശബ്ദവും കേട്ടു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ആ ശബ്ദം കേട്ടതോടുകൂടെ തന്നെ നാട്ടുകാർ പെട്ടെന്ന് തന്നെ ഭയന്ന് വീട്ടിൽ നിന്നും അവരൊക്കെ ഇറങ്ങി ഓടുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ പിന്നീട് മഴ ശമിച്ചപ്പോൾ അവരെല്ലാം തിരികെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ അവിടെ നിന്നും ഈ കല്ലും മണ്ണും ചളിയും ഒക്കെ നീക്കം ചെയ്യുകയാണ് വീട്ടുകാരും മറ്റ് അധികൃതരും ഒക്കെ, നാട്ടുകാരൊക്കെ ചേർന്നുകൊണ്ട്. അതേസമയം തന്നെ ഈ മലയുടെ, അതായത് എസ്റ്റേറ്റിന് പുറകിലായിട്ട് ഒരു ചെറിയ മലയാണ്. ആ മലയുടെ ഭാഗത്ത് എവിടെയെങ്കിലും ഉരുൾപൊട്ടിയോ എന്നുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത, അത് റവന്യൂ അധികൃതരും മറ്റും പറയുന്നത് കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ മലവെള്ളപ്പാച്ചിൽ തന്നെയാണോ, അതല്ലെങ്കിൽ മലയ്ക്ക് മുകളിൽ ഉരുൾപൊട്ടിയത് കൊണ്ട് മലവെള്ളം കുത്തിയൊലിച്ച് ഈ വീടുകൾക്ക് സമീപത്തേക്ക് എത്തിയതാണോ എന്നുള്ള കാര്യത്തിൽ ഒരു പരിശോധന നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. നിലവിൽ മലവെള്ളപ്പാച്ചിലാണ് എന്നുള്ളതാണ് റവന്യൂ അധികൃതരും മറ്റും പറയുന്നത്. ശരി, അരുൺ ആലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്.